ദീപക് ധർമ്മടം ധർമ്മടത്തിന്റെ ടീച്ചർ അവിടെ വിജയിച്ചു എന്ന് അറിഞ്ഞു, വളരെ സന്തോഷം. അതുപോലെ ഈ ധർമ്മടത്ത് 3 NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന വാർത്ത വരുന്നു. എന്താണ് അവിടെ ധർമ്മടത്തെ പൊളിറ്റിക്സ്? നേരത്തെ BJPക്ക് ഉണ്ടായിരുന്ന വാർഡുകൾ ചിലത് നഷ്ടപ്പെട്ടെങ്കിലും BJP ആ ധർമ്മടം ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഉണ്ടായ ഒരു വാർഡ്, അത് 10ാം വാർഡാണ്. ആ 10ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി TK മോഹനൻ ജയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത 11ാം വാർഡിൽ പ്രീജ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കിഴക്കേ പാലയാട് ധീരേഷ് ജയിച്ചിരിക്കുന്നു. അങ്ങനെ 3 വാർഡുകളിൽ BJP ജയിച്ചിരിക്കുന്നു. പക്ഷേ എന്നാൽ അവിടെ ഭരണം നിലനിർത്തുക LDF തന്നെയായിരിക്കും. LDFന് തന്നെയാണ് മേൽക്കൈയുള്ളത്. ഇതുവരെയുള്ള റിസൾട്ട് വന്നതിൽ LDFന് വലിയ രീതിയിലുള്ള മേൽക്കൈയുണ്ട്. പക്ഷേ കോൺഗ്രസിന് തീരെ അംഗത്വം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം BJP ആയിരുന്നു അവിടെ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അത് മെച്ചപ്പെടുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ഈ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പെടുന്നത്. ആ പഞ്ചായത്തിലാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ അതേ സമയത്ത് തൊട്ടടുത്ത പിണറായി പഞ്ചായത്തിൽ ഇതുവരെ എണ്ണി റിസൾട്ട് വന്ന എല്ലാ വാർഡുകളിലും, അതായത് മുഖ്യമന്ത്രി വോട്ട് ചെയ്ത 1ാം വാർഡ് ഉൾപ്പെടെ LDF ബഹുദൂരം മുൻപിലാണ്. അവിടെ 1ാം വാർഡിൽ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത വാർഡിൽ 640ഓളം വോട്ടിന് CPM സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇതിനകം റിസൾട്ട് വന്ന വാർഡുകളിലെല്ലാം LDF ആണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ധർമ്മടത്ത് BJPയുടെ മുന്നേറ്റം നമുക്ക് ശ്രദ്ധേയമായി കാണാൻ സാധിക്കുന്നു. എന്നാൽ അതേ സമയത്ത് 9ാം വാർഡിൽ ഗീതമ്മ വലിയ ഭൂരിപക്ഷത്തിന് 346 വോട്ടിന് ജയിച്ചിരിക്കുന്നു. പൊതുവിൽ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് ഇടതുമുന്നണി നിലനിർത്തുമെങ്കിലും BJPയുടെ ശ്രദ്ധേയമായ മുന്നേറ്റം ആ പഞ്ചായത്തിൽ കാണാം. എന്നാൽ അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട പിണറായിയിൽ അത് കാണാനുമില്ല. SK. താങ്ക് യു ദീപക് ധർമ്മടം. ഭാസ്കരൻ BP പറയുന്നു, ജനങ്ങൾ മനസ്സിലാക്കി, പക്ഷേ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇത് പൊളിച്ചേനെ എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. പലരുടെയും കണക്കുകൂട്ടൽ തെറ്റുന്ന ഈ സാഹചര്യത്തിൽ ആഷ്മി കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലും ഒന്ന് കണക്ക് കൂട്ടട്ടെ. ആഷ്മി, ജനങ്ങൾ ആർ വെരി സിമ്പത്തറ്റിക്. വല്ലാത്ത ഇഷ്ടമായി. കിഴക്കമ്പലത്തുനിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. തിരിച്ചടി അവിടെ UDFന്റെ മുന്നേറ്റം തുടരുകയാണ്. കിഴക്കൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മിനി VC പരാജയപ്പെട്ടു. മിനി VC ചൂരക്കോട് വെസ്റ്റ് 9ാം വാർഡിലെ സ്ഥാനാർത്ഥി UDF മുന്നേറ്റമാണ് കിഴക്കമ്പലത്ത് 2020 ഉള്ള കേന്ദ്രങ്ങളിൽ. ഫലം പ്രഖ്യാപിച്ച 9 വാർഡുകളിൽ 6ലും UDF വിജയം. 3-1 പ്രഭാവം മൊത്തത്തിൽ ഇല്ലാതായെന്നല്ല, ഒന്ന് മങ്ങിപ്പിച്ചു. അതെ, കോൺഗ്രസിനോടും LDFനോടും കളിച്ചു. ഒറ്റക്കെട്ടായി നൈസായിട്ട് കയറി. അതായത് ഒരു ബിസിനസ് തന്നെ പിടിക്കാൻ കുറെ ആൾക്കാർ ഒത്തുകൂടി. സാബുജാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അവസാന ദിവസം ആകെ സംഘർഷഭരിതമായി മാധ്യമങ്ങൾക്ക് നേരെ വലിയ പ്രശ്നമുണ്ടായി. നമ്മുടെ ആൻമരിയൊക്കെ നേരെ വലിയ ആക്രോശം ഉണ്ടായി. നമ്മുടെ ആൻമരി ഇടികൊണ്ടില്ല, ആക്രോശം. NDA 34ലേക്ക് ഉയർന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 19. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിന് ഏതാണ്ട് 10 സീറ്റ് മതി NDAക്ക്. 50 മുകളിലേക്ക് എത്തുകയാണ് അവിടെ. LDF 20, UDF 15. എക്സാക്ട്ലി. NDA 34, LDF 20, UDF എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഈസ് എ വറിയിങ് ഫാക്ടർ ഫോർ LDF. ശബരിമല സ്വർണ്ണ കേസിലെ പ്രതി പത്മകുമാറിന്റെ വീട് ഉൾപ്പെടുന്ന ആലപ്പുഴ പഞ്ചായത്തിൽ 7ാം വാർഡിൽ BJP ജയിച്ചു. പത്മകുമാറിന്റെ വാർഡിൽ BJP. പക്ഷെ അവിടെ BJP സ്വാധീനമുള്ള വാർഡാണ്, പുറത്തില്ല, അകത്താണ്. പക്ഷെ അത് കുറച്ച് BJP സ്വാധീനമുള്ള വാർഡാണ്. പക്ഷെ അവിടെ BJP ജയിച്ചു. പക്ഷെ കൊളനാട് BJPയുടെ ഒരു സീറ്റ് നഷ്ടമാവുകയും ചെയ്തു. അവിടെ BJP പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നഷ്ടമാവുന്നുണ്ട് അവിടെ. BJP സ്വാധീനമുള്ള ഒരു ചിന്ന സന്ദേഹം. കൊളനടയാണോ കുളനട? നമ്മൾ നാട്ടുകാർ പക്ഷെ കൊളനട എന്ന് പറയുള്ളൂ. ചുനക്കര എന്നാ പറയാ. അപ്പൊ അങ്ങനെ പറയാ. അവരുടെ ചുനക്കര കളിക്കാം. മടപ്പള്ളിയിൽ RMP പ്രവർത്തകരുടെ വലിയ ആഘോഷം. മടപ്പള്ളി സ്ട്രോങ് റൂം തുറന്നു, RMP ജയിച്ചു, വലിയ ആഘോഷം തുടങ്ങി. അറിഞ്ഞില്ല. മടപ്പള്ളി വയനാട് ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ഗ്രാമപഞ്ചായത്തുകൾ UDF 162, LDF 148, NDA 6, മറ്റുള്ളവർ 3 എന്നുള്ള നിലയ്ക്കാണ്. ഇത് എവിടുത്തെ ആഹ്ലാദ പ്രകടനമാണ് ആഷ്മി? ഇപ്പോൾ കോഴിക്കോട് ഫുൾ സ്ക്രീൻ അവിടെ UDFന്റെ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും UDF പ്രവർത്തകരും സംഗമിച്ച് കോഴിക്കോട് ആഹ്ലാദ പ്രകടനം നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശബരിമല പെരുന്നാട് 9ാം വാർഡ്, ശബരിമല ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ. ശബരിമല പെരുന്നാട് 9ാം വാർഡിൽ CPMന്റെ PS ഉത്തമൻ വിജയിച്ചു. CPMന്റെ
അപ്പൊ ക്ഷേത്രക്കുള്ള ചർച്ചയായെങ്കിൽ അതിരുന്ന വാർഡിൽ CPM തന്നെ ജയിക്കുകയാണ്. അയ്യപ്പൻ എന്ന വാർഡിൽ അയ്യപ്പൻ എന്ന വാർഡിൽ CPM ജയിക്കുകയാണ്. അതേസമയം പത്മകുമാർ എന്ന വാർഡിൽ ജയിക്കുന്നത് BJP ആണ്. അയ്യപ്പന്റെ കാര്യം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ അയ്യപ്പനെ അങ്ങനെ കിടക്കുകയാണ് സാർ. എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിച്ചു അല്ലേ? കൊടുവള്ളി ഫറോക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റികൾ UDF നിലനിർത്തി. കൊടുവള്ളി ഫറോക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റികൾ UDF നിലനിർത്തി. പകുതിയിലധികം സീറ്റുകൾ UDF വിജയിച്ചു. UDF കേന്ദ്രങ്ങളിൽ വലിയ ആഘോഷം. ഇർഫാൻ പറയുന്നു കഠിനംകുളം പഞ്ചായത്തിന്റെ റിസൾട്ട് ഇടും. കഠിനംകുളം മൊത്തം കഠിനമാണ്. അൻവർ പ്ലീസ് ഗീവ് അങ്ങനെ എന്നാലേ അൻവറിന് ഒരു ഇതാവും. പറയൂ. അതായത് നമ്മൾ ചാറ്റ് ജിപിടി ജെമിനോട് ചോദിക്കുന്ന പോലെ പ്ലീസ് ഗീവ് ഇത് വരും അൻവർ GPT അൻവർ GPT. പൂഞ്ഞാർ തെക്കേക്കര നമ്മുടെ PC ജോർജിന്റെ ഒക്കെ നാട്ടില് NDA 7 LDF 7 UDF 2. അവിടെ PC ജോർജ് BJPയുടെ കൂടെ ചേർന്നതിന്റെ മെച്ചമുണ്ടെന്നാണ് നമ്മുടെ ടോബി റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരിൽ കോർപ്പറേഷൻ സീറ്റ് ആകെ നില 56, അത് LDF 13, UDF 34, NDA 7. തൃശ്ശൂരിൽ UDFന്റെ അതിശക്തമായ മുന്നേറ്റം പ്രകടമാവുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് കട്ടക്കിയായിട്ട് ഓരോ 24 വന്നു. അതിനുശേഷം UDF വിമതനെയും അടർത്തി മാറ്റിയെടുത്ത് മേയറാക്കി 5 വർഷം LDF ഭരിച്ച MK വർഗീസ് LDF ഭരിച്ച തൃശ്ശൂരിൽ ഇക്കുറി ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്ക് സ്കോപ്പില്ല. UDF തൃശ്ശൂരിൽ ബഹുദൂരം മുന്നിൽ. 4 കോർപ്പറേഷൻ UDF ആണ്. 4 കോർപ്പറേഷൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നു. മുനിസിപ്പാലിറ്റിയിൽ തൃപ്പൂണിത്തുറ CPMന്റെ കയ്യിലായിരുന്നു. ഇതുവരെയുള്ള ടേക്ക് അവേ എന്ന് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.